ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന നദിയേ നദിയേ കാതൽ നദിയേ നീയും പെൺതാനേ അടി നീയും പെൺതാനേ ഒന്നാ ഇരണ്ടാ കാരണം 100 കേട്ടാൽ சொல்வேனே നീ കേട്ടാൽ சொல்வேனേ ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന നടന്നാലാറ് എഴുந்தாലരുവി നിன்றாൽ കടലല്ലോ സമെന്താൽ കുമരി മണന്താൽ മനവി പെற்றாൽ തായല്ലോ സിറുനദികളെ നദിയിടും കരകളെ കരി തൊടും നുരകളെ നുരകളിൽ ഇവൾ മുഖമേ സിറുനദികളെ നദിയിടും കരകളെ കരി തൊടും നുരകളെ നുരകളിൽ ഇവൾ മുഖമേ காதலி அருமை பிரிவில் மனைவியின் அருமை மறைவில் நீரின் அருமை அறிவாய் கோடையிலே வெட்கம் வந்தால் உறையும் விரல்கள் தொட்டால் உருகும் நீரும் பெண்ணும் ஒன்று வாடையிலே தண்ணீர் குடத்தில் பிறக்கிறோமோ தண்ணீர் கரையில் முடிக்கிறோமோ தண்ணீர் குடத்தில் பிறக்கிறோமோ தண்ணீர் கரையில் முடிக்கிறோமோ ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന വണ്ണ വണ്ണ പെണ്ണേ വട്ടമിടും നദിയെ വളവുകൾ അഴക് உங்கள் வளைவுகள் அழகு ஓ மெலிசைகள் படித்தல் மிடுப்பள்ளம் மறைத்தல் நதிகளின் குணமே அது நங்கையின் குணமே சிறுநதிகளே நதியிடும் கரைகளே கரி தொடும் நுரைகளே நுரைகளில் இவள் முகமே சிறுநதிகளே நதியிடும் கரைகளே கரி தொடும் நுரைகளே நுரைகளில் இவள் முகமே கங்கை வரும் யமுனை வரும் வைகை வரும் பொருணை வரும் ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധീം തനന ധിരന
തേൻകനിയിൽ സാറാകി പൂക്കളിലെ തേനാകി പശുവിനിലെ പാലാകും നീരേ തായരുകെ സേയാകി തലവനിടം പായാകി സേയരുകെ തായാകും പെണ്ണേ പൂങ്കുയിലേ പൂങ്കുയിലേ പെണ്ണുമാറും വടിവം മാറക്കൂടും നീർ നിனைத்தால் പെൺ നിனைத்தால் കരകൾ യാവും കരിന്തു പോകക്കൂടും നദിയേ നദിയേ കാതൽ നദിയേ നീയും പെൺ താനേ അടി നീയും പെൺ താനേ ஒன்றாய் இரண்டா காரணம் 100 கேட்டால் சொல்வேனே நீ கேட்டால் சொல்வேனே தீம் தனனா தீம் தனனா தீம் தனனா தீம் தனனா தீம் தனனா தீம் தனனா திரனா தீம் தனனா தீம் தனனா தீம் தனனா தீம் தனனா தீம் தனனா தீம் தனனா திரனா ബദ്രി, ഓ റഹ്മാൻ സാറിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ലേ? അതെ. അടിപൊളിയായിട്ട് പാടി, സൂപ്പർ. താങ്ക് യു. പാട്ടിന്റെ കാര്യത്തില് പിന്നെ ബദ്രി കോൺസെൻട്രേറ്റ് ചെയ്താണ് പാട്ട് പരിപാടി. ഇവിടെ ബദ്രി എന്താ ഉദ്ദേശിച്ചെന്ന് അറിഞ്ഞാ കൊള്ളാം. അതായത് ഇപ്പോ ഇവര് കാമുകി നമ്മളെ വിട്ട് മറഞ്ഞു പോയാലും നമ്മുടെ ഉള്ളിൽ അവരുടെ സ്ഥാനമുണ്ട്. അവര് ഈ തുണി എന്താ? ആ കുട്ടിയുടെ കാമുകിയുടെ ഫോട്ടോയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോ ആ കുട്ടിയുടെ വസ്ത്രങ്ങളിലൊക്കെ ഇല്ലേ നമ്മുടെ ഇപ്പൊ ഒരു ഭാര്യ എന്ന് വിചാരിച്ചോളൂ. ഭാര്യ. അപ്പൊ അവരുടെ അല്ല, കാമുകി എന്ന് പറയാൻ അവനൊരു ചമ്മല്. അപ്പോ അവരുടെ വസ്ത്രം ഓർമ്മയ്ക്കായി എടുത്തു വെച്ചിട്ട് നമ്മള് അതായിരുന്നു. മോനെ, ഞാൻ വിചാരിച്ച നീ ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാന്ന്. അങ്ങനെ ഞാൻ പേടിച്ചു, ഇതൊക്കെ ഇപ്പൊ വീഴുവോന്ന് വിചാരിച്ചു. എല്ലാം കൂടെ വലിച്ച് പലതും നമുക്ക് ആരും ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. എവരിച്ച് നീ ഇപ്പം നിന്റെ കാമുകി വെസ്റ്റേൺ വെയർ ഇഷ്ടമുള്ള ഒരു പെണ്ണാറിയോ, എന്നിട്ട് സാരിയൊക്കെ അടിച്ചു കളഞ്ഞിട്ട് അവിടെ വല്ല മിഡിയൻ ടോപ്പൊക്കെ ഇട്ട് ഓടിപ്പോയത്, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടിവിടെ. ഹരി വേറെന്താ പറഞ്ഞു, പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ല. പറഞ്ഞില്ല, ചുമ്മാ പറയുന്നു. പക്ഷെ എന്തൊക്കെയാലും നന്നായിരുന്നു മോനെ. എനിക്ക് ആ മഴ വന്നപ്പോ നിന്റെ ഒരു എക്സ്പ്രഷൻ വണ്ടർഫുൾ. ഒരു ഇടവപ്പാതി പെയ്താൽ പോലും ഇത്രയ്ക്ക് വരത്തിലടാ ഫീല്. പക്ഷെ അസാധ്യമായിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ ഇഷ്ടമായി കേട്ടോ ബദ്രി. താങ്ക് യു സർ. ഈ തുണി പരിപാടി മാത്രമേ ഉള്ളൂ എനിക്ക് എന്താന്ന് മനസ്സിലാവാതില്ല. ബാക്കിയൊക്കെ ഭയങ്കര ഓക്കെ. ഇപ്പൊ നമുക്ക് ചോദിക്കാം. ഹരിച്ചേട്ടാ. ബദ്രി, ഓ സർ, നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല പാട്ട്. എന്താ പറയുക, നമ്മളെല്ലാവരും എന്തൊരു ഫ്രഷായി സോങ്. എപ്പോഴും ഓർക്കസ്ട്രയും എന്ത് ബ്യൂട്ടിഫുൾ. എല്ലാവരും സ്ട്രിങ്സും എന്ത് ഇടയ്ക്ക് തവില് വരുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചറും എല്ലാം ഉള്ളൊരു സോങ്ങാണ്. ഇതിൻ്റെ വിഷ്വലൊക്കെ അത്രയും ഭയങ്കര ഭംഗിയാണ്. അപ്പം മോനത് നല്ല ആ ഒരു ഫീൽ ഉൾക്കൊണ്ട് തന്നെ പാടി. താങ്ക് യു സർ. എനിക്ക് ലോവർ നോട്ട്സിലേക്ക് പോകുമ്പം കുറച്ച് ക്ലാരിറ്റി കുറവ് തോന്നി. ഇപ്പം സിരനദികളെ നദിയിടും കരകളെ കരതൊടും നുരകളെ നുരകളിൽ ഇവൾ മുഖമേ ധീം തനനാ ധീം തനനാ ധീം തനനാ ധീം തനനാ ധീം തനന അവിടെയൊക്കെ കൊള്ളാം. പക്ഷേ സിരനദികളെ നദിരര് തരകളെ തനനനനനരേ നനനനരരരരരേ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഈ ലോവർ രജിസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി എനർജിയും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താനൊന്ന് ശ്രമിക്കണം. പിന്നെ അനുപല്ലവി അതൊന്ന് കാതലി காதலி அருமை பிரிவில் மனைவியின் அருமை மறைவில் நீரின் அருமை அறிவாய் கோடையிலே കോടയിലെ கோடையிலே. നൈസ് നൈസ്. അത് ആ സമയത്ത് ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാവടാ. സിനിമ ഋതം, ഇയർ 2000. ഓക്കെ. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എ റഹ്മാൻ സാറാണ്. ഓക്കെ. ലിറിക്സ് വൈരമുത്തു സാർ. റഹ്മാൻ ആയിരുന്നല്ലേ? അറിഞ്ഞില്ല ഡീറ്റെയിൽസ് പറഞ്ഞപ്പോ പിന്നെ സിംഗർ ഉണ്ണിമേനോൻ സാർ. അതെ, നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പാടിയൊരു
ഉഗ്രൻ സോങ് ആണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് മോനെ, ഞാൻ പലയിടത്തും ക്ലാരിറ്റി എന്നുള്ളൊരു സാധനം എഴുതിയിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് തന്നെ പാടി. ബദ്രി നല്ല രസമായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സാർ. കേട്ടാ? പിന്നെ പെൺതാനെ അതൊന്ന് പാടോ. നദിയേ നദിയേ കാതൽ നദിയേ നീയും പെൺതാനേ നീയും പെൺതാനേ പെൺതാനേ അതൊന്ന്. നീയും പെൺതാനേ നീയും പെൺതാനേ അത് അത്ര സ്പീഡ് വേണമെന്നില്ല. നീയും പെൺതാനേ നീയും പെൺതാനേ അടി നീയും പെൺതാനേ താനേ. അത് പലയിടത്തും മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതത് എന്തായാലും നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഇപ്പോൾ ഒരു വോയിസ് മാറുന്നൊരു സ്റ്റേജിലാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ലൊരു മെയിൽ വോയിസിലോട്ട് വരും കേട്ടോ. നല്ലൊരു ബോൾഡ് വോയിസ് ആവും. സോ നൈസ് ബോയ്, നൈസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. ബദ്രി ഓ സാർ. മോനെ നല്ല രസമുള്ളൊരു പാട്ടാണ്. റഹ്മാൻ്റെ പാട്ടെടുത്താൽ അതിലേതെങ്കിലും ഒരു ഹുക്ക് ലൈൻ ഭയങ്കര ക്യാച്ചി ആയിരിക്കും. അത് ഇതിലറിയാമല്ലോ നിനക്ക്. തീം തന്നെ ഇതിന് നദിയേ രണ്ടും. പിന്നെ നമ്മുടെ ഉണ്ണിയണ്ണാച്ചി പാടിയ പാട്ടല്ലേ. കുറേ നല്ല പാട്ടുകൾ പാടാൻ കിട്ടിയിട്ടുള്ള ഒരു ഗായകനാണ്. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അപ്പം അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ വക സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ വാരിയറിയില്ല. ഇവിടെ നന്നായിട്ട് തന്നെ പാടി. ഇപ്പോൾ ഈ ഹരി പറഞ്ഞാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. എനിക്കുള്ള ആ വലിയ ഗാന്ധാരം ഇൻട്രൊഡ്യൂസ് ആയതിന് ശേഷമുള്ള ആ ചെറിയ ഗാന്ധാരത്തിനൊരു ക്ലാരിറ്റി ഇല്ല. അത് ഈ ഇപ്പം ഹരി പറഞ്ഞില്ലേ, സിരുനദികളെ അതൊന്ന് പാടാമോ? സിരുനദികളെ നദികളെടാ സിരുനദികളെ നദിയല്ല നദി നദി സിരുനദികളെ നദിയിടും കരകളെ കരിതൊടും നുരകളല്ലേ, കരിതൊടും നുരകളിൽ ഇവൾ മുഖമേ. മോൻ്റെ ആ ചെറിയ ഗാന്ധാരം വരുമ്പോൾ നിനക്ക് അതിനൊരു ക്ലാരിറ്റി വേണ്ടേ? സിരുനദികളെ നദിയിടും കരകളെ കരിതൊടും നുരകളിൽ ഇവൾ മുഖമേ. അത് വരുമ്പോൾ ഒരു ക്ലാരിറ്റി വേണം. അല്ല അത് അതുവരെ ഇല്ലാത്ത പെട്ടെന്നൊരു വലിയ ഗാന്ധാരം മേജറിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ മൈനറിലേക്ക് വരുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല, അതിനൊരു അർത്ഥമില്ല. ഓക്കെ സാർ. കേട്ടോ? പിന്നെ ഈ ഹരി പറഞ്ഞ ആ ഏരിയ അത് മോന് ശ്രദ്ധിക്കണം, അത് സ്ലിപ്പ് ആവാണ്ട് നോക്കണം. പിന്നെ അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു പാടിയപ്പോൾ. പക്ഷെ ബാക്കിയെല്ലാം നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. അത്ര ഉള്ളടാ, വേറൊന്നുമില്ല. ഈ ഓർമ്മകൾ എന്താ പറയണ്ടത്, നമുക്ക് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളില്ലേ, ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്റെ ഓർമ്മ അപ്പോഴും പുഞ്ചിരിക്കുകയാണെന്നാണ്. അപ്പം അത് പ്രിയപ്പെട്ട പാറുവിന് വേണ്ടി രവീന്ദ്ര മാഷിന്റെ അതിമനോഹരമായ തമ്പി സാറിന്റെ രചന, ദാസന്റെ ആലാപനം. ഒരു പല്ലവി പാടിത്തരാം. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. വണ്ടർഫുൾ, താങ്ക്സ്. ഓക്കെ, മഞ്ജരി ചേച്ചി. ഭലേ ബേഷ്. കുറച്ച് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, സൂപ്പർ മോനെ. എന്ത് ബ്യൂട്ടിഫുൾ സെലക്ഷൻ അറിയോ. ഇത് നാഷണലി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പാട്ടായത്, നദിയെ നദിയെ. റഹ്മാൻ സാറിന്റെ പാട്ടുകൾ ഇതുപോലെ. ഞാനൊരു ചോദ്യം ചോദിക്കാം, പാറുവിന് ഉത്തരം പറയാം. ഓക്കെ, ആർക്കും ഉത്തരം പറയാം. റഹ്മാൻ സാറിന്റെ പാട്ടുകളിൽ ഒരുപാട് ഫസ്റ്റ് ഇടയിലൊക്കെ വാക്കുകൾ റിപ്പീറ്റ് ആവുന്ന ഒരു സമ്പ്രദായമുണ്ട്. നദിയെ നദിയെ അതുപോലെ കുറച്ച് ഒരു 5 പാട്ട് പറ.
കൊറേ ഇഷ്ടം പോലെ പാട്ടുണ്ട്. ശരത് സാർ ശരത് മകളെ സാറിന് ഉത്തരം ചിന്ന പറയാം. ചിന്ന ആസൈ ചിന്ന ആ അതുപോലെ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യുന്ന പാട് റഹ്മാൻ ഇഷ്ടം പോലെ ഉണ്ട്. റിപ്പീറ്റ് ആവുന്ന ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഉദയ പാട്ടുകൾ? ഉദയ പച്ചൈ നിറമേ പച്ചൈ നിറമേ. ആ ഉദയ ഉദയ ഉളറിഹിറിയൻ. അഞ്ജലി അഞ്ജലി, അഞ്ജലി അഞ്ജലി അഞ്ജലി. ഞാൻ അൻപേ വിചാരിച്ചു അൻപേ മറ്റേ രാജാസാണ് കൊല്ലാതെ. അഞ്ജലി കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേൻ ചയ്യ ചയ്യ ഉം. ദിൽസേരെ മായ. ദിൽസേരെ. ദിൽസേരെ. അപ്പൊ ഇതുപോലെ കുറേ പാട്ടുകള് റഹ്മാൻ സാർ ചെയ്തതില് ഓ, അങ്ങനത്തെ nice. കുറെ വരികൾ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ പാട്ടുകള് നമ്മുടെ ഒരു കോളേജ് ടൈമിൽ എപ്പോഴും ഓർത്തോണ്ടിരുന്ന ഒരു സംഭവം ഇതാന്ന് വെച്ചാല് ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഈരണ്ട് വാക്കുകൾ റിപ്പീറ്റ് വരും. വെണ്ണിലവേ എണ്ണിലവേ ആ, ചിക്ക് ബുക്ക് ചിക്ക് ബുക്ക് 2 ചിക്ക് ബുക്ക്. ഇഷ്ടം പോലെ നല്ല ഇപ്പൊ സോങ് ഈ ഒരു സോങ്ങിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം ഇത് ഭംഗിയായിട്ട് പാടി നല്ല കംപ്ലീറ്റ് ഒരു ആക്ട് ആയിരുന്നു ഇത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്രസന്റേഷൻ തന്നെയായിരുന്നു. ഈ സീൻസ് പറഞ്ഞത് കൊണ്ട് കുറച്ചൊന്നും മനസ്സിലായില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ബദ്രി വളരെ റൊമാൻറ്റിക് ആയിട്ടാണ് അത് അഭിനയിച്ച് തീർത്തത്. ആദ്യത്തെ എന്തൊക്കെയായിരുന്നു, മഴ ഇങ്ങനെ കുളിരുന്നു, എന്തൊക്കെ ഇടയിൽ സ്റ്റെപ്സ് ഒക്കെ വളരെ ഗ്രേസ്ഫുൾ ആണ്. അതെ അല്ലേ? പിന്നെ ബദ്രിയുടെ ഒരു കാര്യം ഞാൻ എപ്പോഴും നോട്ട് ചെയ്തത്, ഇവിടെ ഡീറ്റെയിൽസ് ചോദിക്കില്ലേ, ഈ ഡീറ്റെയിൽസ് ബദ്രി ഉത്തരം പറയുന്നത് ഒരു ദൂരദർശനിലൊക്കെ ഒരു അല്ലെങ്കിൽ ആകാശവാണിയിലൊക്കെ നമ്മളിങ്ങനെ കേൾക്കില്ലേ, ഇന്ന ഗാനം പാടിയത് അതുപോലെയാണ് ബദ്രി. കവിതാ റൗണ്ടിലൊക്കെ ചേച്ചി കേൾക്കണായിരുന്നു. കവിതാ റൗണ്ടൊക്കെ ഞാനിങ്ങനെ മലയാളം ഏതോ കവി എന്റെ മുൻപിലിരുന്ന് പ്രസംഗിക്കുന്ന പോലെ. രചന സംഗീതം രചന അങ്ങനെയൊക്കെയാ സംഗീതം പാടിയത്. പാടിയത് അതുപോലെ അത് മിമിക് ചെയ്യുന്നതാണോ അതോ? ഞാനിങ്ങനെ പറയാറ് മിക്കപ്പോഴും സംസാരിക്കുമ്പോഴും ഇങ്ങനെയാണോ വീട്ടില്? അങ്ങനെയൊക്കെയാ. വീട്ടിലെങ്ങനെയൊന്നുമല്ല. 2.25 ഇഡ്ഡലി തരുമോ അമ്മേ? അടുപ്പൊന്ന് ഓഫ് ചെയ്യുമോ അമ്മേ? കുറച്ച് ചൂടുവെള്ളം എന്റെ ഫ്ലാസ്കിലേക്ക് ഒഴിക്കും അമ്മേ. എങ്ങനെയാ വീട്ടില് സാധാരണ പോലെ. എങ്ങനെയാണോ സാധാരണ? അതൊന്ന് കാണുന്നുണ്ടല്ലോ. അല്ല, എന്തെങ്കിലും ടോപ്പിക് വേണം എന്നാല്. അല്ല, ഓക്കേ, ഞാൻ കഴിക്കാനിരിക്കും. സാധാരണ കഴിക്കാനിരിക്കുമ്പോ കഴിക്കാനിരിക്കും. മോൻ ഇഷ്ടമില്ലാത്ത കുറേ സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും നീ റിയാക്ട് ചെയ്യുന്നത്? അവിടെ നോക്കി പറഞ്ഞത് അമ്മ അച്ഛൻ അച്ഛൻ ഒക്കെ അപ്പൂപ്പൻ ഞാൻ അച്ഛനൊന്നുമല്ല, പോടാ അവിടുന്ന്. അമ്മ അപ്പൂപ്പൻ അമ്മാവൻ ആരെങ്കിലും ഒക്കെ ആവട്ടെ. ആ, മോള് നീ അമ്മയെ നോക്കി അച്ഛൻ. മോള്. ആ, പറഞ്ഞോ മക്കൾ പറഞ്ഞോ, ഇഷ്ടമില്ലാത്ത ആരാണ്? ഭക്ഷണങ്ങളല്ലേ. ആ. ഇഡ്ഡലി ഉണ്ടാക്കി വെച്ച മര്യാദക്ക് കഴിക്കാൻ. എന്നെ കൊണ്ട് മേല, എനിക്ക് വേറെ എന്തെങ്കിലും മതി. അതെന്താ ചട്നി കൂട്ടി നല്ലോണം കുറച്ച് കഴിക്ക്. വീട്ടിൽ എല്ലാ ദിവസവും ഇങ്ങനെയാണല്ലോ, ഇഡ്ഡലിയും ചട്നിയും ഒക്കെ ആണല്ലോ. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ. സാമ്പാർ ഉണ്ടല്ലോ, സാമ്പാർ എടുത്ത് കഴിക്ക്. എടുത്ത് ഒഴിക്കാത്. വായി വെക്കാൻ കൊള്ളാം. എനിക്ക് വേണ്ട പോ. കുറച്ച് തൈര് തരട്ടെ. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് വീട്ടിൽ കുറച്ച് കഞ്ഞി എടുക്കട്ടെ ബദ്രി? അല്ല എടാ, ഞാൻ വേറെ ഇങ്ങനാണോ? അപ്പൊ ഇതും അച്ചടി ഭാഷയല്ലല്ലോ, ഇത് സാധാരണ അമ്മയും മോനും. ഞാൻ വിചാരിച്ചു നീ ഭയങ്കര വളരെ കൃത്യമായിട്ടായിരിക്കും അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. നമ്മള് സെമി ഫൈനലിന്റെ തിരക്കില് നമ്മുടെ കോർസ് കുട്ടികളെ ചേച്ചി അതിൽ 2 പേരെ ചേച്ചി പരിചയപ്പെടുത്താനുണ്ട്. ആരാ? ഐസ് എല്ലാരും ഒന്ന് എഴുന്നേക്കും. ശ്രീഹരിനെയും ദിയേനെയും ചേച്ചിക്ക് അറിയാം, എനിക്കറിയാം. അത് ദേവാങ്കി, ദേവാങ്കി. ആ. ഓക്കെ. അത് റിഹാൻ. റിഹാൻ. നമ്മള് ഇവരെയൊക്കെ എലിമിനേറ്റ്. പക്ഷെ നമ്മള് കോറസ് പാടാൻ വേണ്ടി ഇവരൊക്കെ കുട്ടികളെ അടിപൊളി വീണ്ടും singers ആ. നമ്മള് ഉഗ്രം അപ്പൊ പാട്ടാണ്. കഴിഞ്ഞ ഓണത്തിന് ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാരും അടിച്ചു പൊളിച്ചതാണ് ഇവിടെ. ആണോ? ആ, ഓ, ഞാൻ yes. മിസ് ചെയ്തു പോയി. എന്തായാലും ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം. അതെ. ഓക്കെ, നല്ലൊരു പെർഫോമൻസ്. ബദ്രി ഞങ്ങളെ കുറച്ചു നേരം ചിരിപ്പിച്ചു. ഈ ആക്ട് ബദ്രി സീരിയസ് ആയി എടുത്തതാണെങ്കിലും ഞങ്ങൾ അത് വല്ലാണ്ട് അങ്ങ് ചിരിച്ച് അതെ. വേറെ ലോകത്തെത്തിച്ചു. പക്ഷെ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളായി നല്ല നല്ല പാട്ടുകളുമായി ബദ്രി വീണ്ടും ഈ വേദിയിലേക്ക് എത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you, നമസ്കാരം. പെട്ടെന്ന് സംഹാരം നടത്തി. അവൻ പക്ഷെ അത് പുത്തരിയല്ല, അവൻ അങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് നിനക്ക് 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി ബദ്രി, ഓ മാം, ഇഡ്ഡലി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കോ? മര്യാദക്ക് കഴിക്കാം. മര്യാദക്ക് നല്ല കുട്ടിയായിരിക്കോ? ഓ എന്നാ 8.9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ബദ്രി. ചേട്ടാ? ഓ സാർ. ഒന്നും പറയാനില്ലടാ, എല്ലാം ഇട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. Okay, so total 17.6. Okay. ഓക്കെ.